പല സുഹൃത്തുക്കൾ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സുരേഷ് ഗോപിൻ്റെ കേരളം കേരളം എന്നുള്ള ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ്റെ പാട്ടിനെ കുറിച്ച് ഒരു വിവാദം ഉണ്ടായിരുന്നു. ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ്റെ പേര് പറയാതെ വയലാറിൻ്റെയും ദേവരാജിൻ്റെ എല്ലാം പേര് പറഞ്ഞത് ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ ദേഷ്യം പിടിച്ചു. ആ കേരളം എന്നുള്ള പാട്ട് വരാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. മിനിമോൾ എന്ന സിനിമയിലാണ് ആ പാട്ട്. 77 കാലഘട്ടത്തിൽ ഇറങ്ങിയ പടന്നത്. അത് സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആണ്. ഞാനന്ന് തുടക്കത്തിൽ തന്നെ മോർണിംഗ് ഷോ കണ്ടിരുന്നു. അന്ന് നല്ല പടം, നസീർ സാറിൻ്റെ പടങ്ങളെല്ലാം 4 ഷോ ഉണ്ടാവും. മോർണിംഗ് ഷോ, മാറ്റ്നി, ഫസ്റ്റ് ഷോ, സെക്കൻഡ് ഷോ. അങ്ങനെ മോർണിംഗ് ഷോന് അന്ന് തന്നെ പോയി ഭയങ്കര പൂരത്തിൻ്റെ തിരക്കായിരുന്നു. എങ്ങനെയൊക്കെയോ ടിക്കറ്റ് എനിക്ക് ഞാൻ മുമ്പിലുള്ള ഒരു പരിചയമുള്ള ഒരാളെ കണ്ടിട്ട് അയാൾ എടുത്താന്ന് നിനക്ക് നമ്മളെ നാട്ടിലെ ഒരാളുണ്ട്. നസീർ സാറിൻ്റെ സിനിമ ഇറങ്ങിയ ഉടനെ പോകും. മൂപ്പറെടുത്ത് പൈസ കൊടുത്ത് മൂപ്പറെടുത്താണ്. അങ്ങനെ കണ്ട പടമാണ് അത് മിനിമോളിൽ ഉള്ള പാട്ടാണ്. ഈ മിനിമോളിനെ കുറിച്ച് കഥ ഒരു ചെറിയൊരു ലഘുവായിട്ടുള്ളൊരു കഥയും പറയാം. ചെറിയൊരു ഓർമ്മ വരുന്നുണ്ട്. 77 കണ്ട പടമല്ലേ, എത്ര വർഷമായി? 49 വർഷമായിട്ടായി പടം ഇറങ്ങിയിട്ട്. അതെ, 49 വർഷമായി. അപ്പോൾ അതിൽ നസീർ സാറ് സ്നേഹിക്കുന്നതാണ് വിധുവാല വലിയ പണക്കാരിയാണ്. നസീർ സാറ് കുറച്ച് പാവപ്പെട്ട കുടുംബത്തിലാണ്, ഒരു ഉദ്യോഗസ്ഥനായിട്ട്. അപ്പോൾ നസീർ സാറിൻ്റെ സ്മാർട്ടായിട്ടുള്ള ആളായതുകൊണ്ട് ജോസ് പ്രകാശാണ് വിധുവാലിൻ്റെ അച്ഛൻ. അങ്ങനെ വിധുവാലിനെ കല്യാണം കഴിച്ച് കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ നസീർ സാറിനെ ഉണ്ണിമേരി സ്നേഹിക്കുന്നുണ്ട്, അമ്മാവൻ്റെ മകൾ. അപ്പോൾ അവർ നസീർ സാറിന് അങ്ങോട്ട് സ്നേഹമില്ല. ഉണ്ണിമേരി വിചാരിച്ച് നസീർ സാറിന് ഉണ്ണിമേരിയോട് വലിയ ഇഷ്ടം എന്നാണ്. അവർ തമ്മിലുള്ള സംസാരത്തിൽ ഉണ്ണിമേരിക്ക് തോന്നി നസീർ സാറിന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നസീർ സാർ പങ്ങളെ പോലെ കാണുന്നതാണ്. അങ്ങനെ വിധുവാലിനെ കല്യാണം കഴിക്കുമ്പോൾ ഉണ്ണിമേരി ഞെട്ടിപ്പോവും. വിധുവാലിനെ കല്യാണം കഴിയുമ്പോൾ വലിയ പണക്കാരൻ്റെ വീട്ടിൽ നസീർ സാർ പെണ്ണ് കാണാൻ പോകും. അപ്പോൾ ജോസ് പ്രകാശാണ് അച്ഛൻ. അപ്പോൾ അന്ന് പെണ്ണ് കാണാൻ പോയ ചടങ്ങിൽ നസീർ സാറിന് പാട്ട് പാടാൻ അറിയുന്നതുകൊണ്ട് നല്ലൊരു ഗായകനും കൂടിയാണെന്ന് പറഞ്ഞാലും ജോസ് പ്രകാശ് നിർബന്ധിച്ച് ഒരു പാട്ട് പഠിക്കുന്നു. അപ്പോൾ വീട്ടിൻ്റെ വരാന്തയിൽ കുറേ കസേര ഇട്ടിന് നസീർ സാറ് ഒരു മണവാളിനെ പോലെ ചെയ്തിട്ട്, പുതുമണവാളല്ല, പെണ്ണ് കാണാൻ വന്ന നല്ല ചക്കൻ ഒറിജിനൽ ഹെയർ സ്റ്റൈല് നസീർ സാറിന്. അതിൽ നസീർ സാറിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥ നസീർ സാറിനെ തോന്നും. സിനിമയിലില്ലാത്ത നസീർ സാറിനെ പോലെ അതിലുള്ളത്. അവർ പാട്ട് പാടാൻ പറഞ്ഞ് നിർബന്ധിച്ച നസീർ സാറ് കസേരയിൽ ഇരുന്നിരുന്ന് പാടുന്നത്. ആൾക്കാരെ വിചാരം കേരളം എന്നുള്ള പാട്ട്, ചില ആൾക്കാർ സിനിമ കാണാത്ത വിചാരിക്കും ഏതോ തെങ്ങിൻ തോപ്പിൽ നിന്നിട്ട് പാടുന്നതെന്ന് വിചാരിക്കും. തെങ്ങിൻ തോപ്പിൽ കുറേ തെങ്ങും അതിൻ്റെ അപ്പുറം കുറേ മാവലം കാണിച്ചിട്ട് കേരളം അങ്ങനെ പാടുന്ന ആൾക്കാരാണ്. അധികം ആൾക്കാർ അങ്ങനെ ധരിച്ചിട്ടുണ്ടാകും. സീൻ അങ്ങനെ ആയിരിക്കും. കാരണം കുറേ ആകാശമെല്ലാം കാണിച്ച് കേരളത്തിലെ കുറേ പ്രകൃതി രമണീയമായ സ്ഥലമെല്ലാം കാണിച്ചിട്ട് പാടുന്നത് അങ്ങനെയല്ലേ ഇത് പശ്ചാത്തലത്തിൽ ആ സമയത്ത് കേരളം എന്നുള്ള പാട്ട് പാടേണ്ട ആവശ്യമില്ല, വേറെ എന്തെങ്കിലും പാട്ട് മതി. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് വേറെ ഒരു നല്ലൊരു പാട്ട് വരാൻ പോകുന്നത്. പക്ഷെ അന്നേരം നമുക്ക് കേരളത്തിൻ്റെ പാട്ട് അത്ര അതിൻ്റെ മ്യൂസിക്കൊന്നും കേരളം എന്നുള്ള പാട്ട് അത്ര ഇമ്പമാർന്നതായിട്ട് തോന്നിയില്ല. പക്ഷേ ഇപ്പം നോക്കുമ്പോൾ നല്ല പാട്ട് കേരളം എന്നുള്ള ആ പാട്ട്. അത് നമ്മൾ ചെറുപ്പകാലത്ത് നമ്മൾ ഉദ്ദേശിച്ച സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിരിയും ഗ്രാമം അങ്ങനെയുള്ള പാട്ടായിട്ട് വരുന്ന നസീർ പാടാൻ പോകുന്നതാണ് വിചാരിച്ചത്. അപ്പോൾ നസീർ സാറ് അവിടെ ഇരുന്നിട്ട് കേരളം എന്ന് പറഞ്ഞ നസീർ സാറിൻ്റെ ഒരു ശൈലി ഉണ്ടല്ലോ, അങ്ങനെ പാടുന്നത്. അപ്പോൾ നല്ല സൂപ്പർ പാട്ടാണ്. നസീർ സാറിൻ്റെ ഇത് ഗാന ചിത്രീകരണം എല്ലാം കൂടി നോക്കുമ്പോൾ സൂപ്പറായി. അങ്ങനെ നസീർ സാറും വിധുവാലയിലും വിവാഹ നിശ്ചയം കഴിഞ്ഞ് അവർ വിവാഹിതരാവും. പിന്നെ ഒരു കുട്ടി ജനിക്കുന്നത്, അതാണ് മിനിമോൾ. അപ്പോൾ അത് മിനിമോൾ ജനിച്ച പിന്നെ 1ാമത്തെ ജന്മദിനത്തിനുള്ള പാട്ടിലുണ്ട്, ജയേന്ദ്രൻ ചേട്ടൻ നല്ലൊരു പാട്ടുണ്ട്, ചന്ദ്രിക തളികയിലെ മാൻചിത്രമോ എന്നുള്ള പാട്ട്. അത് എന്ത് സമ്മാനം മിനിമോൾക്ക് എന്ത് സമ്മാനം എന്ന് പറഞ്ഞാൽ അന്ന് ഹിറ്റായ പാട്ടാണ്. അന്ന് കേരളം എന്നുള്ള പാട്ടിനേക്കാൾ ഹിറ്റായത് ആ പാട്ടാണ്. പക്ഷെ ഇപ്പം ഇറ്റ് കേരളം എന്നുള്ള പാട്ടാണ്. അങ്ങനെ വിവാഹം കഴിഞ്ഞ് പിന്നെ അവർ കുറച്ച് കഴിയുമ്പോൾ സൗന്ദര്യപ്പണക്കം വന്ന് അതെല്ലാം കണ്ടിട്ടാണ് ജോഷി പിന്നീട് ഈ കുട്ടീനെ ഇവരുണ്ടല്ലോ ഭാര്യയും ഭർത്താവും മമ്മൂട്ടി പെട്ടി കുട്ടി വന്നിട്ടല്ലോ കുറേ കാലം. ഈ അച്ഛൻ്റെ കൂടെ 2 വർഷം, അമ്മേൻ്റെ കൂടെ 2 വർഷം താമസിക്കില്ല. അങ്ങനെ അതെല്ലാം ഇത് മിനിമോളാൻ തുടക്കം. അങ്ങനെ വിധുവാലയായിട്ട് തെറ്റി. അപ്പം മിനിമോളെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അതുപോലെ തന്നെ നസീർ സാറിൻ്റെ അടുക്ക് പോവും, കാണും.
പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ണിമേരി പിന്നെ നസീർ സാറിനെ കല്യാണം കഴിക്കാത്ത സങ്കടത്തിൽ പിന്നെ കന്യാസ്ത്രീയാവും. കന്യാസ്ത്രീ വേഷത്തിലാണ് പിന്നെ കാണാം. മഠത്തിൽ പോയിട്ട് കന്യാസ്ത്രീയായി. പിന്നീട് നസീർ സാറ് കുറേ കഴിയുമ്പോൾ പണക്കം മാറുന്നു, വിധുവാലിനെയും കുട്ടീനെയും സ്വീകരിക്കുന്നു. അങ്ങനെ അതാണ് അതിൻ്റെ ഒരു കഥ. അതിനെടുക്കാൻ ഈ പാട്ടും ഇതല്ല. അതിനടുക്ക് അടൂർ വാസിൻ്റെ കുറേ കോമഡി ഉണ്ട്. അടൂർ വാസിയാണ് ഈ പാട്ട് പാടുന്നത്. ചന്ദ്രിക തളികയിലെ മാൻചിത്രമോ. അടൂർ വാസി കുറേ ജന്മദിനത്തിൻ്റെ അന്ന് കുറേ ബലൂണെല്ലാം വെച്ച് കെട്ടിയിട്ട് നസീർ സാറിൻ്റെ സുഹൃത്താണ്, ഒരു വർക്ക്ഷോപ്പിലാണ്. അപ്പോൾ ആരുടെ എന്തോ പൈസ കടം വാങ്ങിയിട്ട് വർക്ക്ഷോപ്പിൽ വരും അടൂർവാസിനെ അന്വേഷിച്ചിട്ട്. അടൂർവാസി ഇങ്ങനെ ഒഴിഞ്ഞ് മാറില്ല, പൈസ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഒരു ദിവസം കൈയോടെ പിടിക്കുകയെന്നുള്ളത്. അപ്പോൾ അടൂർവാസി മുഖത്തിൻ്റെ ഷേപ്പെല്ലാം മാറ്റിയിട്ട് നിൽക്കും, ആളത്തിന് മനസ്സിലാകാത്ത വിധത്തിൽ. അപ്പോൾ ആൾ വന്നിട്ട് നോക്കും. അപ്പോൾ അടൂർവാസി മുഖം ഒരു ജാതി ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് ഇങ്ങനെ ഒരു ജാതി ഇങ്ങനെ ആയിട്ട് നോക്കും. അപ്പോൾ അയാൾക്ക് മനസ്സിലാവില്ല, അടൂർവാസിയിൽ അത് വെച്ചിട്ട് പോകും. അത് കോപ്പി അടിച്ചിട്ട് പിന്നെ കുറേ കാലം കഴിഞ്ഞ് സാജൻ ഒരു പടത്തിലെടുത്തിരും മിസ്റ്റർ ആൻഡ് മിസ്സിസ് എന്ന് പറഞ്ഞുകൊണ്ട് ജഗദീശിന് ഇതുപോലെ ജഗദീഷ് ഇങ്ങനെ മുഖത്തിൻ്റെ ഷേപ്പ് മാറ്റിയിട്ട് നോക്കും, ആളെ മനസ്സിലായിരിക്കും. എല്ലാം പണ്ടത്തെ കോപ്പി അടിക്കില്ല. അപ്പോൾ അടൂർ വാസിൻ്റെ നല്ല കോമഡി, നസീർ സാറിൻ്റെ നല്ല പിന്നെ പാട്ട്, ഫൈറ്റ് 1-2 ഉള്ളൂ. അതിൽ കുറേ ഫൈറ്റൊന്നുമില്ല, കുടുംബാദിയാണ്. പിന്നെ യേശുദാസിൻ്റെ പാട്ട്, ദാസേട്ടൻ്റെ പാട്ട്, നായികമാർ വിധുവാലി ഉണ്ട് പേര്. ഇതാണ് മിനിമമുള്ളൊരു ചെറിയ രത്ന ചുരുക്കം ഞാൻ പറഞ്ഞത്. ഓക്കെ.